ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. ഇന്ന് ഭയങ്കര അലസതയായി പോയി. രാവിലെ 5:30 തൊട്ട് 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 9:45 എഴുന്നേക്കട. എഴുന്നേറ്റിട്ട് പിന്നെ ബ്രഷ് ചെയ്ത് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്ന് ഫ്രഷായി ഞങ്ങൾ പോയി വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ ഇട്ട് അത് കണ്ട് പിന്നെയും അലസതപ്പെട്ട് റൂമിൽ തന്നെ കിടന്നു. എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴേ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ടേക്കാണ്. നമ്മളെ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് വരല്ലേ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പയ്യെ ഇങ്ങനെ നടന്നിങ്ങോട്ട് പോകുന്നത്. അവിടെ ഒരു സൂ, എന്തോ ഒരു മ്യൂസിയം അങ്ങനത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. അവിടെ ഒന്ന് കയറി നോക്കണം. ഇത് കണ്ടോ, പാർക്ക് ഫോണിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ട്രാം ലൈനാണ് കേട്ടോ. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഇതിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പം ഇതിവിടെ ഒരു പിസ്സ കട കാണുന്നുണ്ട്, കെബാബ്. അവിടെ വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് പയ്യെ ഗൂഗിളിൽ നോക്കി നടന്നു വന്നതാണ്. നടന്നു വരുമ്പോൾ ഇങ്ങനെ ട്രാമ് തന്നെ കണ്ടപ്പോഴാണ് ഇത് നോക്കിയേ. ഇത്തിരി രസം നോക്കിയേ കാണാൻ. ഫുഡ് കഴിക്കാൻ വന്ന വരവുണ്ട്. ഇത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഈ പുല്ലിൻ്റെ ഇടയിൽ ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. വയ്യ നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് ഈ ട്രാമ് വന്നെ കണ്ടപ്പോഴാണ് സംഭവം മനസ്സിലായത്. രസമല്ലേ നോക്കി. അയ്യോ, ഞാൻ അവിടെ പോയിട്ട് കഴിക്കാൻ എന്താ ഉള്ളത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, എന്താ ഉള്ളത് നോക്കാം. ബർഗറുണ്ട്, ഹോട്ട് ഡോഗ് ഉണ്ട്, പിന്നെ വേറെ ഒരു റോള് പോലെ ഉണ്ട്, പിസ്സ ഉണ്ട്, ഡോണർ പ്ലേറ്റ് ഉണ്ട്. എന്നാ കഴിക്കണ്ടേ? ഞാൻ ഇത് ഈ സാധനം പറഞ്ഞിട്ടുണ്ട്, ടാക്കോസ് ലാർജ്. ബീഫ് വേണോ ചിക്കൻ വേണോ? ചിക്കൻ പോലെ. ഞാൻ ബീഫ് പറഞ്ഞു, അപ്പോൾ ആശാൻ ചിക്കൻ പറഞ്ഞു. ബ്രോ, അത് അനദർ വൺ ചിക്കൻ. Yes, little bit spicy, yeah. Yes, yeah. Here. Okay, thank you. ഇഷ്ടമുള്ള ഡ്രിങ്ക് എടുക്ക്. എന്താണ് ഓക്കെ, എപ്പോഴും കുടിക്കണല്ലേ. ഞാൻ ഇതെടുക്കാം. വിസ്കി എടുക്കാം. ഞാൻ അത് തന്നെ എടുക്കാം. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. എന്ത് സാധനം എന്ന് അറിയാൻ പാടില്ല. ഇതിനകത്ത് ഇതൊരു റാപ്പാണ്. ആ റാപ്പിനകത്ത് ബീഫൊക്കെ വെച്ചിട്ട് കുറേ ക്രീമൊക്കെ ഒഴിച്ച് ഫ്രഞ്ച് ഫ്രൈസും ഒരു ക്രീമും കെട്ടിപ്പോണ്ട്. ആശാൻ മേടിച്ച ചിക്കനല്ലേ, ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഒരു കടി അടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഇത് തിന്നാ വയറുന്നറിയാം. രണ്ടാക്കണോ? കടിക്കാശാണ് അത്. ഇപ്പൊ റാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ആണോ? കഴിച്ചാൽ നോട്ടെ, കഴിക്കണത് വേണ്ടേ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? No puede ir sin pase. No, sí dice, puedo ir claramente. No, porque los hombres son más reales. ഞങ്ങളെന്നാ കഴിക്കണ്ടേ മച്ചാന്മാരെ? ബീഫ് എങ്ങനെയാണെന്ന് അറിയില്ല, കഴിച്ചു പോട്ടെ. അത് നിങ്ങൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു. എൻ്റെ പേരെന്താ, ടാക്കോസ് അല്ലേ? ഈ കാണുന്ന ടാക്കോസ് എന്ന് പറയുന്ന സാധനമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ ഈ സാധനം. ജർമ്മനിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. ഇതിങ്ങനെ നിങ്ങൾ ചരിച്ച് കാണിച്ചാൽ മതി. അഴിക്കണ്ട, ഇത് സൈഡിൽ നിന്ന് തുറന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ ഇത് നല്ല ജ്യൂസി ആയിട്ട്. അത് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും എന്തോ സോസൊക്കെ ഒഴിച്ചിട്ട്. എൻ്റെ മോനെ, മയണൈസും. സത്യം പറഞ്ഞാൽ കൊതി വന്നു ഗൈസ്. ഞാൻ കഴിച്ചോടാന്നാ. സഹിച്ചിരിക്കാൻ പറ്റുന്നില്ല. കഴിച്ചിട്ട് കാണിക്കാട്ടാ ബാക്കി. ഞാൻ എൻ്റെ ഫുഡ് വന്നു.
ഇത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ബീഫ്, ഫ്രഞ്ച് ഫ്രൈസ്, മയോണൈസ്, പിന്നെ വേറെ എന്തോ ഒരു സോസ്, നല്ല ജ്യൂസി ആയിട്ടുള്ളത്. ലാസ്റ്റാണ് സാധനം മൊത്തം തുറന്നതേ, ഓപ്പൺ ആക്കി വെച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കണ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ടാ സാധനം? Ese día me sirvió para olvidarme porque no estaba en el comer, ¿te acuerdas? ഓക്കെ No, ya no voy a decir ya eso. Yo le digo a mi papá que compré colchones inflables y nada más. Me da vergüenza también meterlo así. എമ്മി പ്രത്യേക ടേസ്റ്റ്. ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങൾ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. എന്താണ് ഫുള്ള് കഴിച്ചില്ല? എന്താ കഴിക്കാത്ത? ഞാനും ബാക്കി വെച്ച് കൈസ് ഒരു രക്ഷയില്ല. ഒയ്യോ കഴിച്ച് മടുത്ത് കീഴടങ്ങി സത്യം പറഞ്ഞ. അത് കണ്ട മീഡിയം €7, ലാർജ് €8, എക്സൽ €10. ആദ്യം ലാർജാണ് ഓർഡർ കൊടുത്തത്, കട്ടിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ ലാർജ് പോരാന്നുള്ളൊരു തോന്നൽ വന്നു. സ്വാഭാവികം, അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് എക്സൽ ഓർഡർ കൊടുത്തതേ. തിന്ന് മടുത്ത് അനങ്ങാൻ പറ്റാണ്ടായി, വെള്ളം കുടിച്ച് രക്ഷയില്ല. സാധാരണ നമ്മളിങ്ങനെ ബസ്സും കൊണ്ടൊക്കെ ടൂറിസ്റ്റ് പ്ലേസിൽ ട്രിപ്പ് വരാൻ നേരത്ത് €10 സാധനങ്ങൾ കിട്ടണതൊക്കെ ഭയങ്കര ശോകമാണ്. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ കയറി കുറച്ച് വെള്ളവും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. കഴിച്ച് മടുത്ത് കീഴടങ്ങിയിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ നമ്മൾ ബസ്സും കൊണ്ട് ഓട്ടം വരുമ്പോൾ ഏറ്റവും ആദ്യം നോക്കണത് തുർക്കിഷ് കബാബ് ഷോപ്പ് അടുത്തെവിടെയെങ്കിലും ഉണ്ടാകും. കാരണം അവിടെ പോയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും പൈസ കുറച്ച് ഫുഡ് കിട്ടുള്ളൂ. ബാക്കി എവിടെ പോയാലും നല്ല കാശാണ്. അതായത് എന്തെങ്കിലും ഒരു ഡിഷ് വാങ്ങിക്കുമ്പോൾ തന്നെ €25, €30 പോയി കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിൽ അടിച്ച് നോക്കണത് കബാബ് ഷോപ്പ് നിയർമിയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഈ സാധനം കണ്ട €7 തൊട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ കിട്ടും. €7 എന്ന് പറയുമ്പോൾ നാട്ടിൽ €700 കേട്ടോ. ഇതിപ്പം €10 എന്ന് പറയുമ്പോൾ ₹1000. നാട്ടിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ₹1000. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. 2 ദിവസമൊക്കെ ഇവിടെ നിൽക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പുമാവും സംഭവങ്ങളൊക്കെ തിന്ന് അങ്ങനെ പോയി. ഇന്നിപ്പോൾ കടയിൽ നിന്ന് കഴിച്ച്, ഇനി രാത്രിയും പുറത്തുനിന്ന് കഴിക്കണം. വീട്ടിൽ റൂമിൽ കുറച്ച് പഴമൊക്കെ ഇരിപ്പുണ്ട്, എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ച് അത് കഴിച്ചാലും മതി. അങ്ങനെയും ഒരു ചിന്താഗതി ഉണ്ട്. പിന്നെ ആ നേരത്തെ മൂഡ് പോലെ ചില സമയത്ത് കഴിക്കാമെന്ന് തോന്നും, ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്ന് കബാബ് ഷോപ്പ് കനിഞ്ഞ് വയറ് നിറഞ്ഞ് നമുക്ക് ഈ അടുത്ത പരിപാടിയിലോട്ട് പോട്ടെ. ഞങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ഫ്രൂട്ട്സുകളുടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അത്യാവശ്യം. സോറി ഗൈസ്, ചുമയാണ്. ഞങ്ങളുടെ പുള്ളി എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. അച്ഛനെ എന്നെ മേടിച്ചേ? അച്ഛനെ എന്നെ മേടിച്ചേ? എന്നാ സാധനം മേടിച്ചോ? തുറന്ന് കാണിച്ചേ, തുറന്ന് എന്നെ മേടിച്ചു. 3 കുപ്പി വെള്ളം, കവർ കുടിച്ചോ? ഞാൻ 2 കുപ്പി എടുത്ത് പിടിക്കട്ടെ. 3 കുപ്പി വെള്ളം, കൊക്കക്കോള, ലിച്ചി. അച്ഛന് കവർ കുടിച്ചോളൂ. അയ്യോ, റൂമിലെത്തി. ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാമെന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. ഫുഡ് ഇത്തിരി ഹെവി ആയിപ്പോയി, നല്ല വെയിലും ചൂടും. പിന്നെ മടി നമ്മുടെ കൂടപ്പിറപ്പാണല്ലോ, എല്ലാം പിന്നത്തേക്ക് വെക്കാന്നുള്ളൊരു പരിപാടിയാണ്. പിന്നെന്താ, അവിടെ നിന്ന് നടന്നതേ ഹോട്ടലിൽ വന്ന് കുറച്ച് തണുത്ത വെള്ളവും മേടിച്ചുകൊണ്ട് വന്നത്.
കുറച്ചുകൊണ്ട് വെയിലാറിയിട്ട് പുറത്തേക്ക് പോകാൻ വിചാരിച്ച്. മടുത്ത് ആശാനെ, മടുത്ത്. അമ്പോ. അപ്പം ഗൈസ്, ഞങ്ങളിത് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ജസ്റ്റ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് ബസ്സുണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് നടന്നും പോകാം. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഫുൾ ടൈം ബസ്സിനകത്തിരുന്ന് ഡ്രൈവിംഗ് അല്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ച്. ഒരു 3 കിലോമീറ്റർ നടക്കണം, എന്നാലും കുഴപ്പമില്ല, നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇലക്ട്രിക് ബസ് ചാർജ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിന്ന് മറ്റേ ചാർജാക്കിയിട്ട് ബസ് എടുത്തുകൊണ്ട് പോകാൻ ഇതുണ്ടോ, ഇലക്ട്രിക് ബസ് ചാർജ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്ന് ആ ബസ് സ്റ്റാർട്ട് ചെയ്യണം ട്രിപ്പ്. അങ്ങനെ ചാർജാക്കിയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടങ്ങ് പോകും. നോക്കിയ സെറ്റപ്പ് കൊള്ളാമല്ലേ. പിന്നെ അതായത് ഇതിൽ കൂടി ഈ കാണുന്ന ഈ ഭാഗത്തിൽ കൂടി ട്രാമും പോകുന്നുണ്ട്. ട്രാം പോകണുണ്ടാ ഗൈസ്. ഇവിടെ നിന്ന് ഒരു ഇച്ചിരി നടക്കുമ്പോഴേക്കും ഇവിടെ ഒരു ചെറിയൊരു പക്ഷി സങ്കേതം പോലത്തെ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ പയ്യ അതിനകത്തൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ സൈഡിൽ തന്നെയാണ്, ഇത്തിരി നടക്കാനുള്ളൂ. ഞങ്ങൾ കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് കയറാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഫുഡ് കഴിച്ച് വയറിറങ്ങിക്കൊണ്ട് കയറിയില്ലത്. കണ്ട, ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ പക്ഷികളുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോ ഒരു പാർക്ക് ഫോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താണ് പരിപാടി എന്ന് അറിയാൻ പാടില്ല. സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. ഇനി അത് ക്ലോസ് ചെയ്ത് പോയാന്ന് അറിയാൻ പാടില്ല. പോയി നോക്കട്ടെ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണ ഈ വീഡിയോനകത്ത് മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ മറന്നുപോയി, റിസീവർ ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് വോയിസ് ഞാൻ പിന്നെ കയറ്റി കൊടുത്താണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്, വേറെ ഓപ്ഷനിലുണ്ടായിപ്പോയി. ഞാൻ അന്നേരം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർക്കണില്ല. കൊള്ളാം. അപ്പം ഞങ്ങൾ ആ പാർക്ക് ലക്ഷ്യമാക്കി നടന്ന് സംഭവത്തിൻ്റെ ഗേറ്റ് ഓപ്പണായി കിടക്കായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. എന്നാൽ പിന്നെ ഒന്ന് കയറി കളഞ്ഞേക്കാന്ന് വിചാരിച്ച്. എന്തായാലും നടന്നങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ കുറേ പക്ഷികളുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആമയുടെ പടമുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇതൊരു ചെറിയൊരു സൂ പോലത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ നടന്ന് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു സംഭവം കയറാൻ പറ്റും. അവിടെ എന്തൊക്കെയോ പട്ടി പാടില്ല, കുപ്പി പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ സ്റ്റെൻലാശ നേരെ നടന്ന് എൻട്രിന്ന് എഴുതി വെച്ചേക്കണ ഡോറ് ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്ന് നോക്കട്ടെ. അതിൻ്റെ അകത്തെ ആൾക്കാരൊക്കെ നിൽക്കണ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ ഡോറ് ക്ലോസ് ആയിരുന്നു. തള്ളി നോക്കി, വലിച്ചു നോക്കി, കോക്കി വിളിച്ചു നോക്കി, ആരും വന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് തട്ടിമുട്ടിയൊക്കെ നോക്കി. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നടന്നില്ല. മണിപാളി ആശാനെ. വേറെ എന്തൊക്കെയോ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ലാംഗ്വേജ് വേറെ ഏത് കാരണം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി ബുദ്ധിമുട്ടാണ് നിന്നില്ല. അതിനകത്ത് എന്തോ ഒരു മറ്റേ ആക്ടിവിറ്റി പരിപാടികളുടെ പടമൊക്കെ എഴുതി കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് ബീച്ചിലേക്ക് തന്നെ പോവാം. പിന്നെ ബീച്ച് ലക്ഷ്യമാക്കി നടക്കുമ്പോഴേക്കും ഈ ഒരു എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് നടക്കണം. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ട് അതിൻ്റെ അകത്ത് കുറേ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് നോക്കാൻ പറ്റില്ല, നെറ്റ് അടിച്ച് വെച്ചേക്കാണ്. പിന്നെ വേറെ ആരൊക്കെയോ അവിടെ കുറേ തുളയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ഒളിഞ്ഞു നോക്കിയെന്ന് പറയാൻ പേടിയാണ്. ഒളിഞ്ഞു നോട്ട് ഇപ്പോൾ ഒരു വിവാദമായിക്കൊണ്ടിരിക്കുമല്ലേ ഗൈസ്. ഞങ്ങളത് കാരണം അതിൽ കൂടിയൊക്കെ നൈസായിട്ട് എത്തിയൊക്കെ നോക്കി. നമുക്കിങ്ങനെ അടച്ചു വെച്ചേക്കണത് കണ്ട, അതിനകത്ത് ഫ്ലൈറ്റ് കിടക്കണത്
കാണാൻ വേണ്ടി വേറെ ആരാണ്ടൊക്കെ ഇങ്ങനെ തോളയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങോട്ടേക്ക് നടന്ന് ആ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടി കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. റോഡിൻ്റെ ഇപ്പുറത്തായിട്ട് ഇത് കാണണ്ട, ഇതൊരു സൈക്കിൾ ട്രാക്കാണ്ട. സൈക്കിൾ യാത്രക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും സൈക്കിൾ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല വിവിധ തരത്തിലുള്ള സൈക്കിളുകളും. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കുറേ വെറൈറ്റി സൈക്കിൾ ഇതിൽ ഇപ്പോൾ പോയായിരുന്നു. ഇനി കാണുവാണെങ്കിൽ ഞാൻ കാണിക്കട്ടെ. ഈ നീസ് എന്ന് പറഞ്ഞ നൈസ് എന്ന് എഴുതുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇത് ഫ്രാൻസിലെ തന്നെ 5ാമത്തെ വലിയ സിറ്റി ആയിട്ടാണ് കേട്ടോ. 5ാമത്തെ വലിയ സിറ്റിയാണ് ഫ്രാൻസിലെ. ഒരു വർഷം 5 മില്യൺ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. പിന്നെ എന്നാ ഇവിടെ ഒരു എന്തോ ഞാൻ പറയാൻ വന്നു ഗൈസ്, മറന്നുപോയി. ഇനി ഓർക്കട്ടെ കേട്ടോ, ഇപ്പോൾ പറയാം. എവിടെ നോക്കിയാലും ട്രാമുണ്ട് കേട്ടോ, എവിടെ നോക്കിയാലും ട്രാമാണ്. എങ്ങോട്ടും ട്രാമുണ്ട്, ബസ്സുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാം, ബസ്സിൽ കയറിയോ ട്രാമിൽ കയറിയോ. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാണ് നടന്നു പോകാമെന്ന് വിചാരിച്ചത്. ആദ്യം ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു ചുമ്മാ നടക്കാം. ഇവിടെ കുറച്ച് ആൾക്കാർ എന്തോ ഒരു ഗെയിം കളിക്കണ്ടോ, അവിടെ കുറേ ബോളൊക്കെ നിരത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം. ഈ കളിയുടെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അറിയാമെങ്കിൽ. ഇത് നോക്കിയേ, കടലിൻ്റെ സൈഡിൽ നമ്മുടെ നാട്ടിൽ കച്ചി കളിക്കണ പോലെ അവിടെ കുറേ ബോള് വെച്ചിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ ഒരു ചരടും ഉണ്ട്, എന്തിനാണെന്നറിയില്ല. എല്ലാവരുടെ കയ്യിലും ഒരു ചരട് പിടിച്ചിട്ടുണ്ട്. പോയിന്റ് ഇവരുടെ ഭാഷയിൽ മുട്ടിക്ക്. ഈ ഇരിക്കുന്ന സൈക്കിൾ കണ്ട, ഇതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു ഓൺലൈൻ സംഭവമാണ്, ആപ്ലിക്കേഷൻ വഴി പ്രവർത്തിക്കുന്നതാണ്. ഈ ബാർകോഡ് ഉണ്ട്, ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ വഴി ഈ സാധനം സ്കാൻ ചെയ്ത് നമുക്ക് ഇത് ഓണാക്കാം. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വരും, അതെടുക്കുക, പിന്നെ ഇത് സ്കാൻ ചെയ്യുക, ആക്റ്റീവ് ആക്കുക. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പൈസ പോകും. ആ ആപ്ലിക്കേഷനിൽ തന്നെ ഇതിനി അടുത്തത് പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്നുണ്ടാവും. ഇത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. കണ്ട, ഇവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ സാധനം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഞങ്ങൾ ആദ്യം ഇത് എടുക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ബസ്സിന് പോകാമെന്ന് വിചാരിച്ച്, പിന്നെ ജസ്റ്റ് നടക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ അങ്ങനെ നടന്നു വന്നതാണ്. ഉച്ചക്ക് കഴിച്ച ഫുഡ് ഇത്തിരി ഹെവിയാണ്, അതൊക്കെ ഒന്ന് നല്ലപോലെ ദഹിക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ നടന്നത് അവിടെ കാണണ്ട ബീച്ച്. അടിപൊളി അടിപൊളി. നമ്മളങ്ങനെ ആ ബീച്ചിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് ആ ബീച്ചിലേക്ക് കയറാൻ പോകണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണ പോലെ തന്നെ
ഈ സ്ഥലത്തിനൊരു നിക്ക് നെയിം ഉണ്ട്, ഇവർ വിളിക്കുന്ന നിക്ക് നെയിം നിസ ലാ ബെല്ല എന്നാണ് ആ നിക്ക് നെയിം. അതായത് നൈസ് ദ ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ട അതല്ലേ, അതിനവർ നിക്ക് നെയിം ഇട്ട് വിളിക്കുന്നതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ്. ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട, വാ പൊളി പൊളി. പിള്ളേരൊക്കെ ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. വാ മാൾട്ട മെഡിറ്ററേനിയൻ സീയിൽ നിൽക്കുന്ന ഒരു ഐലൻഡ് ഉണ്ടാവും. ഇപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ശരിക്കും ആ ഒരു ഫീലിങ്സ് തന്നെയാണ് തോന്നുന്നത്. ശരിക്കൊരു മാൾട്ടയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സീനറിയും വ്യൂസൊക്കെ ഉണ്ട് ഇവിടെ കാണാനുള്ളത്. ഇത് നോക്കിയേ, കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ അത് കല്ലുകൊണ്ട് കെട്ടി കുളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇത് സെറ്റപ്പ് ഉണ്ടാക്കി ചെയ്യണം. അവിടെ ആൾക്കാർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ചകൾ, പൊളിപ്പൊളി. അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞങ്ങൾ കുളിക്കും. ഇതാണ് ഗൈസ് നീസ് ബീച്ച്, ഫ്രാൻസ്. ഇവിടെ കുറേ പേര് വോളിബോൾ നെറ്റൊക്കെ കെട്ടി കളിക്കുന്നുണ്ട്. പിന്നെ അതെ നമ്മളെ ബീച്ച് ചാടാൻ വേണ്ടിയാണ് ഗൈസ്. ഈ ചാടി വന്നിട്ട് കാണാം കേട്ടോ. എന്തായാലും നല്ലൊരു വൈബുണ്ട്. നല്ല വെളുത്ത മണ്ണ്. എൻ്റെ കൂടെ ഉണ്ടായ ആൾ ഇതേ വെള്ളത്തിൽ കയറി മുങ്ങി കിടപ്പുണ്ടാ. അവിടെ പുള്ളിക്ക് ഒരു കമ്പനിക്കാരനെ കിട്ടി. ഇതേ രണ്ടുപേരും കൂടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കണേ അങ്ങോട്ട് വാവാന്നും പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ബാഗിനകത്ത് ഈ മൊബൈലും ഹെഡ്സെറ്റും വാച്ചും സാധനങ്ങളൊക്കെ ഉണ്ട്, പേഴ്സും ID കാർഡും പാസ്പോർട്ടും. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് പോയി റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനിവിടെ ഇരിക്കാൻ. പുള്ളിക്കാരൻ പോയി വെള്ളത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കും. ഈ പുള്ളിക്കാരൻ കയറി വരുമ്പോൾ ഞാൻ ചാടി പോകാമെന്ന് വിചാരിക്കും. മച്ചാനവിടെ ആർമാദിക്കണ്ട. ഒരു ഇന്ത്യക്കാരനെ എന്ന് പറയുന്നത് ഒരു പുള്ളിക്കാരനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ പരിപാടി. നീന്തൽ പഠിപ്പിക്കുകയെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരൻ എന്നെ കുറേ പ്രാവശ്യം വിളിച്ച് ഇങ്ങോട്ട് വാ, നീന്തി കളിക്കാമെന്നും പറഞ്ഞു. കൊള്ളാം, എനിക്ക് കണ്ടിട്ട് ചാടാൻ തോന്നുന്നുണ്ട്. നമുക്ക് ബക്കറ്റ് കപ്പും വേണം. എന്ത് ചെയ്യാനാ, നീന്താൻ അറിയാൻ പാടില്ല. എപ്പോഴും മനസ്സിൻ്റെ ഒരു വേദനയാണ് ഈ പിള്ളേരൊക്കെ വെള്ളത്തിലോട്ട് ചാടി കുളിക്കണൊക്കെ കാണുമ്പോണ്ടല്ല. എനിക്ക് ഭയങ്കര കൊതിയാണ് അതുപോലെ ചെയ്യാൻ. പക്ഷെ നീന്താൻ അറിയാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒരവസരം കിട്ടിയാൽ പഠിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ഇതുവരെ അതിനുള്ളൊരു അവസരം വന്നിട്ടുമില്ല, അത് പഠിക്കാൻ പറ്റിയിട്ടുമില്ല. ഓക്കെ, ആഹാ, എയർപോർട്ടിൽ നിന്ന് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പൊങ്ങി പോകുന്നു. ഇതൊക്കെ ആസ്വദിച്ചുകൂടി ഇരിക്കുക. ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ. അതായത് സന്തോഷം നോക്കിയ ആൾക്കാർക്ക് ഒരുത്തന്നെ അവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. ഞാനിവിടെ കല്ലൊക്കെ അടക്കി വെച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കുന്നു. നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട്. ആസാം നീന്തി പോവാണ്. ആഹാ,
അങ്ങനെ ഞാനും കടലിൽ ചാടി. നീന്താൻ അറിയാൻ പാടില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ നീന്തുന്നതും കണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ മുങ്ങി. പക്ഷേ നല്ല ശക്തമായ തിരമാല വരുമ്പോൾ നമ്മൾ തെറിച്ചു പോകും. ഇവിടെ എന്താ മണ്ണിന് പകരം ഒരു കടലിൽ ഇറങ്ങണ സ്ഥലത്ത് നല്ല ഉരുളം കല്ല് കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് നടന്നിറങ്ങാൻ പാടാണെങ്കിലും ഇല്ലേ സുഖമുണ്ട്. നമുക്ക് മണ്ണൊന്നും ആവില്ല നമ്മുടെ കാലിലും, അതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലൊന്നും മണ്ണൊന്നും കയറിയിരിക്കില്ല. അങ്ങോട്ട് കടലിലോട്ട് കുറച്ച് ഏറെ അങ്ങോട്ട് ആ കല്ലിട്ടുണ്ട് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ കൂടി നടന്നു പോകാം. പിന്നെ നല്ല തിരമാല അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കല്ലിൻ്റെ മുകളിലോട്ട് വന്ന് വീഴും, അത്രേ ഉള്ളൂ. കാല് തെന്നിപ്പോവും. പിന്നെ വെള്ളത്തിൽ നിന്ന് കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചേ വെള്ളത്തിൽ നിന്ന് പോസ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞാനും പയ്യെ കയറി പോയി അവിടെ തന്നെ സൈഡിൽ കുളിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയി കുളിക്കുകയും ചെയ്ത്. അതുപോലെ കെങ്കേമമായി ഒരാൾ ഇറങ്ങിയിരിക്കുകയാണ് കുളിക്കാനായി. തകർക്ക് തിമിർക്ക് അതിൽ നെക്കി കൊടുക്കണം അല്ലേ? ഫ്രഷായി. അപ്പോൾ ഗൈസ് വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ ആറമാച്ച് കുറേ നേരം വെള്ളത്തിൽ കിടന്ന് നൈസായിട്ട് ഇവിടെ പൈപ്പിൽ പോയി കുളിച്ച് കുറച്ച് നേരം ഇവിടെ കിടന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കി. ഇപ്പോൾ നൈസായിട്ട് ഇരുട്ടായി തുടങ്ങി, ചെറിയൊരു ഇരുട്ട് വീണ് തുടങ്ങി. ഓക്കെ, ഇനി പയ്യെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം, പോയി കിടന്ന് ഉറങ്ങണം. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. നാളെ ഇനി എങ്ങോട്ടാണ് പോണേന്നൊക്കെ നോക്കിയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ.